ബോബിയുടെ മെസ്സേജ് ഇതിലും അധികം ഇൻസൾട്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ പ്രശ്നം എൻ്റെ ടെസ്റ്റിൻ്റെ അല്ല, എൻ്റെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ നിനക്ക് യോജിച്ചവനെ അല്ലെന്ന് ബാർബി. ഞാൻ പോവുകയാ, യാത്ര പറയുന്നു നിന്നോട് മാത്രം. അമ്മ 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 വാതിലൊന്ന് തുറക്കമ്മ. അമ്മ പ്ലീസ് വാതിലൊന്ന് തുറക്കമ്മ, എനിക്ക് പുറത്തിറങ്ങണം. അമ്മ പ്ലീസ് അമ്മ. ബാർബി, നിന്റെ അച്ഛൻ വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ ബോബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, അമ്മ വീട് വിട്ടു പോവാണെന്ന്. പ്ലീസ് അമ്മ ഒന്ന് വാതിൽ തുറക്കമ്മ. എന്താ? എവിടെ പോകുന്നു ബോബി? ബോബി എനിക്കൊരു പ്രൂഫിന്റെ ആവശ്യമല്ല ബോബി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി എന്റെ കല്യാണം നിന്റെ കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. ബാർബി, നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? നിനക്കറിയോ നീ എന്താ പറയുന്നതെന്ന്? ഇന്ന് വരെ പപ്പ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മിണ്ടാതെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ പപ്പ. പപ്പയുടെ ഒരു തീരുമാനത്തിലും ഞാൻ ഇന്ന് വരെ ഒരു ചോദ്യം ചെയ്തിട്ടില്ലല്ലോ പപ്പ. പക്ഷെ ഇന്നത്തെ കാര്യം എന്റെ സ്നേഹത്തിൻ്റെതാണ്. അതെന്റെ മനസ്സിന് മാത്രമേ അറിയൂ. എനിക്ക് ബോബി ഇല്ലാതെ ജീവിക്കാനാകില്ലെന്ന്. അതുകൊണ്ട് ഇനി ടെസ്റ്റിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ഞാൻ ബോബിയെ മാത്രമേ കല്യാണം കഴിക്കൂ. അയ്യോ വേണ്ട വേണ്ട ബാർബി ചേച്ചി, അങ്ങനെ ചെയ്യല്ലേ. ബോബി വളരെ ചീത്തയാ, കള്ളനാവൻ, കള്ളൻ. സത്യമായിട്ടും ബോബി, ആളുകൾ നിന്നെ പറ്റി ഇപ്പൊ എന്തു പറയുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമേ അല്ല. എനിക്കൊരു കാര്യം മാത്രമേ അറിയൂ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കും, നീ റിസൾട്ട് എന്തായാലും. ഇതെന്താ ചെയ്യുന്ന ബാർബി ചേച്ചി? ഞാൻ എന്തേലും ചെയ്തേ പറ്റൂ. കണ്ടോ, ഇവരാരും കാണാതെ ചിരിക്കുന്ന? വളരെ ചീത്തയവര്, വളരെ ചീത്ത. ഞാൻ ആരെയും വെറുതെ വിടില്ല. പറ്റിച്ചല്ലോ ഞാൻ എല്ലാരെയും പറ്റിച്ചല്ലോ, ഞാൻ പറ്റിച്ചല്ലോ, ഞാൻ എല്ലാരെയും പറ്റിച്ചല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്താ കരുതിയതേ? ഞാനിങ്ങനെ കരഞ്ഞു കരഞ്ഞ് നിങ്ങളെ രണ്ടുപേരും രക്ഷിക്കുമെന്നോ? പറ്റിച്ചേ 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 പറ്റിച്ചേ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇന്നിനി ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയാലേ, പിന്നെ ഈ അങ്കിളും ആന്റി നിങ്ങളുടെ അച്ഛനമ്മമാരാണെന്ന് തെളിഞ്ഞാലേ, ഞങ്ങൾ എല്ലാരും നിങ്ങളോട് കട്ടീസാകും, കട്ടി. ആ, അതിനി ബോബി ഡോബി ആയാലും ശരി, മോഹിനി മോഹിനി ആയാലും. ഇതെന്തൊക്കെയാ നീ വിളിച്ചു കൂവുന്നത്? നിനക്കത് ബോധമില്ലേ? നിന്റെ ശരീരം പോലെ തന്നെ നിന്റെ തലച്ചോറ് പൂജയായോ? ഓയ്, ഞാനേ തടിച്ചിയാ, പക്ഷെ നിന്നെ പോലെ കള്ളിയൊന്നും അല്ല. ബാർബി, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ട് എന്റെ ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കാൻ? അതെയോ? ബാർബി, ശാന്തനാകൂ, ബുദ്ധി തണുപ്പിക്കൂ ബോബി അങ്കിൾ. എനിക്കാണെങ്കിൽ എല്ലാം അറിയാം. നിന്റെ ഈ ചേച്ചി ഉണ്ടല്ലോ, അവരെന്നെ എപ്പോഴും തടിച്ചെന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. എന്നിട്ട് അവരെ കണ്ടോ, ഓണക്ക കമ്പ് കണക്ക് നിൽക്കുന്നത്? ഞാനൊന്ന് ആഞ്ഞൂതിയാലുണ്ടല്ലോ, അവരിതാ പറന്നങ്ങ് പോകും. ബോബി വന്നിരിക്കുന്നു. നിങ്ങളെല്ലാരും
എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ ബാർബി ചേച്ചി, അതെന്താന്നോ, ഞാൻ ചേച്ചിയുടെ അകത്ത് കയറിയിട്ടേ ഈ 2 കള്ളന്മാരെ ഉണ്ടല്ലോ ഇരുന്ന് വട്ടം കറക്കുമായിരുന്നു. ബോബി, നിനക്ക് ഇതെന്താ? നോക്കിക്കോ, ഈ ഇൻസൾട്ടിന് ഞാൻ പകരം ചോദിച്ചിരിക്കും ബാർബി. ഞാനും കാണട്ടെ ഈ വിവാഹം എങ്ങനെ നടക്കുമെന്ന്. ചേച്ചി മതി, വരൂ ബോബി. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? ബോബി, ബാർബി മോളെ, നീ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ശരി. പിന്നെ ഒരു കാര്യം ഓർമ്മ വേണം മോളെ, എന്ത് സംഭവിച്ചാലും നിന്റെ അച്ഛൻ നിനക്ക് ഒരിക്കലും ഒരു ദോഷവും വരാൻ അനുവദിക്കില്ല. നീ എന്റെ ജീവനാണ് മോളെ. നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരുന്നു. ഓ എന്റെ ദൈവമേ, ഇടയ്ക്കിടയ്ക്ക് ഇവൻ എന്താണ് പറ്റുന്നതെന്ന് ആർക്കറിയാം. ഈ വീട്ടിൽ തീർച്ചയായിട്ടും ഏതോ പ്രേതാത്മാവുണ്ട്. അതാണ് ഇങ്ങനെ പിറകെ നടന്ന് എന്റെ മകനെ പിടികൂടുന്നത്. ഇവൻ പാവയോടൊപ്പം കളിക്കുന്നു, ഒരു ഷർട്ട് മാത്രം ഇട്ട് ഓടി നടക്കുന്നു. ഇത് നിന്റെ കയ്യിലുള്ളപ്പോ ഇനി ഒരു പ്രേതവും നിന്റെ ദേഹത്ത് കേറില്ല മോനെ. പിന്നെ ഒരു കാര്യം, ഈ ഏലസ് ഉണ്ടല്ലോ, അതൊരു കാരണവശാലും ഊരി കളയരുത്. പറഞ്ഞത് കേട്ടോ? ഓ ഒന്ന് ഓടി വേണ്ടി കൃഷ്ണ, കണ്ടില്ലേ ഇനി എനിക്ക് എങ്ങനെയാ മൈക്കിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നത്? അവന്റെ അമ്മയാണെങ്കിൽ അവന് ഏലസ് കെട്ടിക്കൊടുത്തു. ഇക്കാര്യം ആരെന്തിനാണ് ചെയ്തത് എല്ലാം ഞാൻ മനസ്സിലാക്കും. സുദേവ്, പ്ലീസ് പോകരുത്. പ്ലീസ് സുദേവ്, പോകരുത്. സുദേവ്, നിന്നെ ഞാൻ ശരിക്കും സുഖപ്പെടുത്തും നന്ദിത. പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും. സുദേവ് പോയതിനു ശേഷം ഇനി ഞാൻ സംരക്ഷിച്ചോളാം നിന്നെ. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ നന്ദിതയുടെ അടുത്തേക്ക് പോകുന്നത്? വിക്രം എപ്പോഴും എന്റെ മാത്രം അവകാശമാണ്. ഞാൻ ഇയാളെ നന്ദിതയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ആ ഭ്രാന്തിയായ സ്ത്രീ അവരെന്താ ഇയാളെ വലയിലാക്കാൻ നോക്കുവാണോ? ബോബി എങ്ങനെയെങ്കിലും ബാർബിയെ സ്വന്തമാക്കി കഴിഞ്ഞാ പിന്നെ ഞാൻ വിക്രമിനെ വലയിലാക്കാൻ ഒരു വലിയ കഥ തന്നെ ഉണ്ടാക്കിയെടുക്കും. വളരെ ഡേഞ്ചറസ് ആയ ആളായി വിക്രം. ഒരൊറ്റ തവണ നമ്മുടെ കാര്യം കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇയാളെ വെറുതെ വിടില്ല. തയ്യാറായിക്കോളൂ ഒരു വലിയ സംഭവത്തിനായി. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം മോളെ. പാല് പാലായും വെള്ളം വെള്ളമായി വേർതിരിയും. നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? കാണുന്നില്ലേ സാധനങ്ങൾ പാക്ക് ചെയ്യുക ഞാൻ. നീയും വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ ഭാനുമതി. റിസൾട്ട് വന്നാൽ പിന്നെ ഒരു മിനിറ്റ് പോലും നമ്മളിവിടെ നിൽക്കില്ല. ഇങ്ങനൊരു അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. സ്വന്തം മകളുടെ ആഗ്രഹം മുടങ്ങി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നീ അച്ഛൻ. എന്താ പറഞ്ഞു വരുന്നത്? ഈ ലോകം മുഴുവനും നിങ്ങളുടെ കണ്ണുകൾ എത്താറുണ്ട്. അപ്പൊ സ്വന്തം മകളെ ഒന്ന് നോക്കുന്നേ. 26 വയസ്സ് പൂർത്തിയായിരിക്കുന്നു അവൾക്ക്. അത് മാത്രമല്ല പൊണ്ണത്തടിയും. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്നോട് വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെ ഒരു പെണ്ണിനെ ആരും കല്യാണം കഴിക്കില്ല. ഒരമ്മയായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നു? നീ മറന്നുപോയോ ഭാനുമതി? 7 വർഷത്തെ അനേകം നേർച്ചകൾക്കും ചികിത്സകൾക്കും ശേഷമാണ് നമുക്ക് ആദ്യത്തെ നമ്മുടെ കുഞ്ഞിനെ ലഭിച്ചത്.
എന്റെ ബാർബിയാണ് എന്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്നത്. അത്രയും ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഞാൻ ഇവൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുവോ? മതി മതി വീട് പപ്പ. മോളെ. ചിന്തിക്കാൻ കഴിയും. അറിയാമോ എന്തുകൊണ്ടാണെന്ന്? ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നെ നിർബന്ധിതയാക്കുന്നു. ഈ സൊസൈറ്റിയും ആളുകളും കുടുംബവും എല്ലാം എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്: സുന്ദരിയും സുശീലയും ശാലീനയുമായ ഒരു പെൺകുട്ടി വേണമെന്ന്. ചെറുക്കന് കുറച്ച് സൗന്ദര്യം ഇല്ലെങ്കിലും പിന്നെ ഉയരം ഇല്ലെങ്കിലും അതൊക്കെ അവരെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവൻ തന്നെയായിരിക്കണം. എത്ര കാലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കും? ഹ? എവിടെ പോയാ ഒരു ബന്ധം ശരിയാക്കി എടുക്കുക? അതെ, വളരെ പാടുപെട്ട ഇങ്ങനെ ഒരു ബന്ധം ശരിയാക്കി എടുത്തത്. അവനെ കൊണ്ട് DNA ടെസ്റ്റ് ചെയ്യിച്ചു നിങ്ങൾ. ഞാൻ ചെയ്യിക്കും. ഞാൻ DNA ടെസ്റ്റ് ചെയ്യിക്കും. കാരണം ഇത് ഇവളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. ബോബിയുടെ മുഖവും അവന്റെ പണവും കണ്ട് എനിക്ക് ഇവളുടെ വിവാഹം അവനുമായി നടത്താനാവില്ല. എനിക്ക് എന്റെ മകൾക്ക് വേണ്ടി ഒരു സത്യസന്ധനും ഉത്തരവാദിത്വമുള്ള ഒരു പയ്യനെയാണ് വേണ്ടത്. അതുകൊണ്ട് DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നേ മതിയാകൂ. അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ബാർബിയുടെ വിവാഹം ബോബിയുമായിട്ട് തന്നെ നടക്കണമെന്നാണ്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. എന്നാ കൊണ്ടുപോക്കോ നിന്റെ മോളെ. എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കിവിളെ ഏതെങ്കിലും ഗുണ്ടയോ തെമ്മാടിയോ കള്ളനോ ആയ ഒരാൾക്ക്. ആദ്യം തടിച്ചി എന്ന് വിളിക്കുന്ന സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. തടിച്ചിയാണെങ്കിൽ എന്താ, ഒരു പെൺകുട്ടിയല്ലേ? അങ്ങനെ വെറുതെ ഞാൻ ആരുടെയെങ്കിലും കൂടെ അയക്കില്ല. എന്തുകൊണ്ട് അയക്കില്ല? ഒരു പെൺകുട്ടിയുടെ ശരിക്കുള്ള വീട് അവളുടെ ഭർത്താവിന്റെ വീടാണ്. പെൺകുട്ടിയുടെ ശരിക്കുള്ള വീട് അവിടെ സ്വന്തം വീട് തന്നെയാ. സ്വന്തം വീട്. അവള് ജനിച്ചു വളർന്ന അവിടെ സ്വന്തം വീട്. ഓർത്തോളൂ, ഇനി എപ്പോഴെങ്കിലും എന്റെ മോളെ എനിക്ക് അന്യമാക്കി സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ രണ്ടുപേരും എന്റെ പേര് പറഞ്ഞ് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? പിന്നെ പപ്പ, ഞാൻ പപ്പയോട് കൈ കൂപ്പി അപേക്ഷിക്കുക. ഇന്നിനി അഥവാ ടെസ്റ്റിന്റെ റിസൾട്ട് തെറ്റാണെങ്കിൽ പപ്പ ഒരിക്കലും ബോബിയെ സംശയിക്കരുത്, പ്ലീസ്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ? മറിച്ചാണെങ്കിൽ ഞാൻ തന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരുഷനെയും ഞാൻ സ്നേഹിക്കില്ല. അതെ, ഡോക്ടർ വന്നു. റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. എല്ലാവരും വരൂ, വേഗം വരൂ. ശരി, ഞാൻ പോകുന്നു. ശരി. അതേ കോട്ടിട്ട് വിക്രമങ്ങളെ, ഈ ബോബി ഇതില് പാസ്സായോ അതോ ഫെയിലായോ? വിക്രം, വേഗം പറയുന്നേ റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. രണ്ട് റിപ്പോർട്ട്സും പോസിറ്റീവാണ്. ഇവർ രണ്ടുപേരും മോഹിനിയുടെയും ബോബിയുടെയും അച്ഛനമ്മമാരല്ല. ബോബി,
പ്രശ്നം തീർന്നോ? ഞങ്ങളെ വിശ്വാസമായോന്ന്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു തെളിവുമില്ലാതെ ഞങ്ങളിൽ ആരോപണം ഉയർത്തുകയായിരുന്നില്ലേ നിങ്ങൾ? എന്താ ഈ റിപ്പോർട്ടിലുള്ളത്? ശ്രദ്ധിച്ചു വായിക്കുന്നേ. ഈ വയസ്സിനും വയസ്സ് എന്റെ അച്ഛനും അമ്മയും അല്ല. മോനെ ഒന്ന് നിർത്ത്. അങ്ങനെയൊന്നും പറയരുത്. നിന്റെ അമ്മയെ അങ്ങനെയൊന്നും പറയരുത്. ഒന്ന് നിൽക്ക്. ഈ തമാശ ഇതുവരെ കഴിഞ്ഞിട്ടില്ല DCP സർ. അങ്ങ് എന്താ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുമെന്ന്. എങ്കിൽ ശരി, ഈ നിമിഷം തന്നെ ഈ കള്ളക്കിളവനെയും കിളവിയെയും ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ബോബിയുമായിട്ടുള്ള ബന്ധം മറന്നേക്ക്. നിന്നെ പോലുള്ളവരുടെ അച്ഛനാകുന്നതിലും നല്ലത് ഈ നിമിഷം മരിച്ചു പോകുന്നതാണ്. നമസ്കാരം അച്ഛാ. പിന്നെ അച്ഛാ, ഐ എം സോറി. അച്ഛൻ എന്നോട് ദയവായി ക്ഷമിക്കണം. ഞാൻ ചീറ്റ് ചെയ്തു, ഒരുപാട് കള്ളം പറഞ്ഞു. ആ റിപ്പോർട്ട് അത് ഞങ്ങൾ മാറ്റിയെടുത്തതാ.